ഹലോ, അപ്പോൾ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഉണക്കച്ചക്കയും അയലക്കറിയാണ്. ഉണക്കച്ചക്ക എന്ന് ഞാൻ തന്നെ പേരിട്ട് വിളിച്ച കേട്ടോ. ആക്ച്വലി ഇത് ചക്ക ഉണക്കിയതാണ്. നമ്മൾ കപ്പയൊക്കെ വാട്ടിയെടുക്കില്ലേ, അതുപോലെ തന്നെ ചക്ക വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ്. അതും അയലക്കറിയും കൂടാണ് ഇന്നുമായിട്ട് ഞാൻ കഴിക്കാൻ ഉണ്ടാക്കുന്നത്. ഇതും അമ്മ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. ഇത് ഈ വർഷത്തെ ചക്കയുടെ ലാസ്റ്റ് പ്രൊഡക്റ്റാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഓൾറെഡി മറ്റേ ചക്ക വരട്ടിയതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ താരം ഉണക്കച്ചക്ക വേവിച്ചതാണ്. അപ്പോൾ അതിന് അയലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഇവിടെ മീൻ വെട്ടി ക്ലീൻ ചെയ്ത് വാങ്ങിക്കുമ്പോൾ അവർ കണ്ണോട് കൂടിയാണ് തരുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലാരും ഇങ്ങനെ കണ്ണ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് ഞാൻ കണ്ണൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ മീൻകറി വെക്കാനായിട്ടുള്ള അരപ്പുണ്ടാക്കാനായിട്ട് ഞാൻ വെളുത്തുള്ളിയും തേങ്ങയും ഇഞ്ചിയും ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുവാണ്. അപ്പം തേങ്ങ അരച്ചിട്ടാട്ടോ മീൻകറി വെക്കുന്നത്. സാധാരണ മുളകിട്ട് വെക്കും, പക്ഷേ ഇന്ന് ഇതായതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആസ് യൂഷ്വൽ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇച്ചിരി ഉപ്പ് ഇതിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഇട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ അരപ്പൊഴിക്കും. എന്നിട്ട് മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് മീനും അതിലേക്ക് ആഡ് ചെയ്ത് 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂകും, ഇച്ചിരി ഒരു കറിവേപ്പില ആഡ് ചെയ്യും. ഇത്രയുള്ള മീൻകറിയുടെ റെസിപ്പി. ആക്ച്വലി ഞാൻ ഈ ഉണങ്ങിയ ചക്ക വേവിച്ചത് ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചക്കയുടെയൊക്കെ നല്ലൊരു ഫാൻ ആയതുകൊണ്ട് ഞാൻ നല്ല എക്സ്പെക്റ്റേഷനോട് കൂടിയായിട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഉണങ്ങിയ ചക്ക ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഉണങ്ങിയ ചക്ക നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളുടെ മീൻകറിയൊക്കെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇനി ചക്ക വേവിക്കാനുള്ള അരപ്പെടുക്കുവാണേ. അതിലേക്ക് ഞാൻ തേങ്ങ, അതുപോലെ തന്നെ വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, ഒരു പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്ര ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കത്തേ ഉള്ളേ. അപ്പം ഞാനത് അതിനുള്ള അരപ്പ് ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചക്ക വേവിക്കാൻ വെച്ചു. ശരിക്കും കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ കുക്കറിൻ്റെ അടിയിൽ പിടിക്കും. അങ്ങനെ ചക്കയൊക്കെ വെന്ത് വന്നു എന്ന് ഞാൻ ഇടയ്ക്ക് നോക്കി. ഒരു 2-3 വിസിൽ ഞാൻ അടുപ്പിച്ചുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഉണക്കക്കപ്പ കഴിക്കില്ലേ, വാട്ടുകപ്പ, അതിൻ്റെ ഏകദേശം സെയിം ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ പച്ചച്ചക്ക വേവിച്ച് കഴിക്കുന്ന അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതത്ര കഴിക്കാൻ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കങ്ങനെയായിരുന്നു. എനിക്ക് പച്ചച്ചക്ക വേവിച്ച് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. ഒരു ഓക്കെയാണ്. വലിയ ടേസ്റ്റ് ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെയാണ്, അതായത് നോർമലി നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും, അത്രയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് എൻ്റെ സ്കിൻ കെയർ ചെയ്യുവാണ്. നിയാസിനമൈഡ് സിറം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് ഫെയ്ഡ് ആവാനും സ്കിൻ ബ്രൈറ്റൻ ആവാനും ഒക്കെ നല്ലതെന്ന് പറഞ്ഞ് കേട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. സീ യു.